അപ്പോൾ കുട്ടികൾക്ക് ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആൻറ്റിബയോട്ടിക് ഒന്നും എടുക്കാണ്ട് പെട്ടെന്ന് ചുമ മാറ്റാനുള്ള ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ആദ്യം കുറച്ച് തുളസി, ഒരു കൈ ഫുള്ള് തുളസി എടുക്കുക. അതുപോലെ തന്നെ ഒരു കൈ ഫുള്ള് പനിക്കൂർക്ക എടുക്കുക. നന്നായി കഴുകിയതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ തുളസിയും പനിക്കൂർക്കയും ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വിസിൽ വരണമെന്നില്ല, പക്ഷേ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തുണ്ടാവും. അപ്പോൾ നമ്മളിത് കുക്കർ ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുക്കർ അതിൽ വെക്കുക. ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് മാറ്റി വയ്ക്കുക. തുറന്ന് കഴിയുമ്പോൾ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കണം. അപ്പോൾ ഒരു ഒറ്റമൂടി നമുക്ക് റെഡിയായി. ഇനി നമ്മൾ തുറന്നിട്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇതെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടാറിയതിന് ശേഷം നമ്മൾ പാത്രം പുറത്തേക്ക് എടുക്കുക. പാത്രം പുറത്തേക്ക് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ട് അത് പിഴിയുമ്പോൾ കുറച്ച് നീര് കിട്ടും. ആ നീര് നമ്മൾ എന്ത് ചെയ്യണം, ആ നീര് വെറും വയറ്റിൽ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് കൊടുക്കുക. ഇത് ഇത്രയും ഉണ്ടാവുള്ളൂ, കുറച്ച് നീരുണ്ടാവുള്ളൂ. അത് ഒരു 2 തവണയായിട്ട് രാവിലെ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ അത് തന്നെ കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇത് ഒറ്റമൂലി എന്ന് പറയുന്നത്, ഒറ്റമൂലിയല്ല, ചുക്കുവെള്ളം. സാധാരണ എല്ലാവരും ചുക്കുവെള്ളം, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുക, ഇങ്ങനെ കൊടുക്കുക എന്ന് എല്ലാവർക്കും അറിയില്ല. അത് കാണിച്ചാൽ എല്ലാവർക്കും അല്ല, ചിലവർക്ക് അറിയില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പനിക്കൂർക്ക എടുക്കുക, കുറച്ച് തുളസി എടുക്കുക. അതിലേക്ക് 2 കപ്പ് ആവശ്യത്തിന് വെള്ളം. ഇപ്പോൾ ഇവിടെ ചേർക്കുന്നത് 2-2.25 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ജീരകം, അത്യാവശ്യം ജീരകമാണെങ്കിലും ജീരകപ്പൊടിയാണെങ്കിലും നല്ലതാണ്. ജീരകപ്പൊടിയാകുമ്പോൾ കുറച്ചുകൂടി അകത്ത് പോകും. ജീരകം, അതുപോലെ തന്നെ ചുക്ക് ഉണ്ടെങ്കിൽ 2 കഷ്ണം ചുക്ക് എടുത്തിട്ട് നന്നായി ചതച്ചതിന് ശേഷം അതിൽ പൊടിയായിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇടാനുള്ള കുട്ടികൾക്കാണല്ലോ ഇത്, വലിയവർക്ക് എല്ലാവർക്കും കൊടുക്കാം. കുട്ടികൾക്കായതുകൊണ്ട് നമ്മളധികം കുറച്ച് നന്നായിട്ട് കൽക്കണ്ടം, അല്ലെങ്കിൽ അവർ കുടിക്കില്ല, പനങ്കൽക്കണ്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പനങ്കൽക്കണ്ടം നന്നായിട്ട് ഇടുക. അത്യാവശ്യം ഇട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, വലിയവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കുരുമുളക് ചേർക്കാം. ഇതിപ്പോൾ കുഞ്ഞുമാർക്ക് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് നമ്മളിത് എന്ത് ചെയ്യുക, തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ 2.25 കപ്പല്ലേ വെച്ചത്, ആ 2.25 കപ്പ് അതിൻ്റെ പകുതിയാവുന്ന വരെ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം സിമ്മിലിട്ടിട്ട് അതെടുക്കുക. ഇനി അടുത്തത് നമ്മൾ ഉള്ളിനീരാണ് ഉണ്ടാക്കാൻ പോണേ. അതിന് കുറച്ച് തുളസി, മിക്സിയുടെ കുഞ്ഞു ജാറിൽ തുളസി എടുക്കുക, കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക, നന്നായി തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം അതിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് കൽക്കണ്ടം കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അവർക്ക് കൽക്കണ്ടം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കുള്ളൂ. കൽക്കണ്ടം നല്ലതുമാണ്, അപ്പോൾ കൽക്കണ്ടം ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് കുറച്ച് ചെറുനാരങ്ങ നീര് നമുക്കൊന്നില്ലെങ്കിൽ മിക്സിയിൽ ചെയ്തിട്ട് അടിച്ചതിന് ശേഷം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇതോടുകൂടി അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുത്തു. ആ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാം കേട്ടോ. പിന്നെ ഒന്ന് മിക്സിയിലൊന്നിട്ട് നന്നായി അടിക്കുക. ഇപ്പോൾ വലിയവരൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ട് അതിൻ്റെ പിഴിഞ്ഞെടുത്താൽ മതി. കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ എത്ര പിഴിഞ്ഞെടുത്താലും അവർ ആ ഉള്ളിയുടെ കണ്ടൻറ്റ് ഇതൊന്നും പോവില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നന്നായി അരച്ചെടുത്തതിന് ശേഷം കുറച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ചെറു ചൂടുള്ള വെള്ളം നമുക്ക് ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ സിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ആർക്കപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക്, വലിയവർക്കാണെങ്കിൽ വലിയവർക്ക് അത് സിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെറുതായിട്ട് കുടിക്കാൻ പാകത്തിന് ചൂടാക്കിയിട്ട് ഒരു ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ അത് എന്നിട്ട് അത് ടേബിളിൽ വയ്ക്കുകയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുക്കുക. അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് എന്തായാലും പനിക്കൂർക്ക ഇലയിലും തുളസി നീര് പിഴിഞ്ഞത്, പിന്നെ ചുക്ക് വെള്ളം, പിന്നെ ഉള്ളിനീര്, പിന്നെ ഇപ്പോൾ ഈ ചൂടുവെള്ളം, ഇതൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം കുറച്ച് കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഞ്ഞിയാണ് നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തും കൊടുക്കാം, പക്ഷേ കഫമില്ലാത്ത സാധനങ്ങൾ കൊടുക്കാം. പിന്നെ 2 കാര്യങ്ങളുള്ളത്, ഗോപി ചന്ദനാദി ഗുളികയും വാസക്കോട്ടിൻ്റെ സിറപ്പും. ഗോപി ചന്ദനാദി ഗുളിക രാവിലെ ഒരെണ്ണം, വൈകുന്നേരം ഒരെണ്ണം. വാസക്കോട്ട് 3 നേരം. അത് ഓരോ ഡോസ് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ 5 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ 5 ml. അതുപോലെ തന്നെ ഒരു ഗുളിക രാവിലെ, ഒരു ഗുളിക വൈകുന്നേരം. വാസക്കോട്ട് 3 നേരം ഓരോ 5 ml വെച്ചിട്ട്. അത് കോട്ടയ്ക്കലിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അപ്പോൾ അതുപോലെ കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ്
ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഫസ്റ്റ് ഉള്ളിനീര് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനായിട്ടാണ്. ഒരു ദിവസത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് കോരി ഇത്തിരിശായിട്ട് കൊടുക്കുക. ചുക്കുവെള്ളം അതുപോലെ തന്നെ ഇത്തിരിശായിട്ട് കൊടുക്കുക. മെയിൻ കാര്യം ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ ചുമയുള്ള ആൾ അല്ലെങ്കിൽ ജലദോഷമുള്ള ആൾ അത് കുടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തുളസിയുടെയും പനിക്കൂർക്കയുടെയും നമ്മൾ വാട്ടിപ്പിഴിഞ്ഞ നീരുണ്ടല്ലോ, അത് രാവിലെ തന്നെ കൊടുക്കാൻ നോക്കുക, വൈകുന്നേരം കൊടുക്കുക. ചുക്കുവെള്ളം നമ്മൾ കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുക്കുവെള്ളം ആദ്യം നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊരു ചെറിയ ചൂടിൽ ഒരു ഗ്ലാസ്, അത്യാവശ്യം ഗ്ലാസ് അങ്ങനെ തന്നെ ഒറ്റ ഡോസായിട്ട് കുടിക്കുക. പിന്നെ അത് കുറച്ചീശെ ഇടയ്ക്ക് എടുത്ത് കുടിക്കുക. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ കുടിക്കുക. അത് കുടിച്ച് തീരുമ്പോൾ ആ ബാക്കിയുള്ള എല്ലും ഇതൊക്കെ ഒന്നുകൂടിയും തിളപ്പിച്ച് ആ വെള്ളം നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ഫസ്റ്റ് നമ്മൾ കുടിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഗ്ലാസ് ആ നല്ല കടുപ്പത്തിൽ തന്നെ, നമ്മൾ ആദ്യം കിട്ടിയിരിക്കുന്ന വെള്ളമല്ലേ, ആ വെള്ളം നല്ല കടുപ്പത്തിൽ തന്നെ കുടിക്കണം. അപ്പോൾ ആരും വാസക്കൂട്ടും ഗോപിയന്ത്രാദ്യം മറക്കണ്ട കേട്ടോ. ഇതെല്ലാം ചെയ്താലേ മാറുള്ളൂ.